ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ എറണാകുളം പോവാണ് കേട്ടോ. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് ഷോപ്പിംഗ് എല്ലാമാണ് നമ്മുടെ പ്ലാന്. യാത്ര തുടങ്ങി കുറച്ചായപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എവീസ് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ സെയിലിന് വെച്ചിട്ടുള്ള കുറച്ച് മുറുക്ക്, ബീട്രൂട്ട് മുറുക്ക്, പിന്നെ മിൽക്ക് മുറുക്ക്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് സാമ്പിൾ നോക്കാനായിട്ട് തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. അപ്പം നല്ല അടിപൊളി പാലപ്പമായിരുന്നു കേട്ടോ, അതും ഇടിയപ്പമായിരുന്നു. കോമ്പിനേഷനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ സ്റ്റൂവും അതുപോലെ തന്നെ എഗ്ഗ് കറിയായിരുന്നു. അതൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ഏറെക്കുറെ ലുലു എത്തിയിട്ടുണ്ട്. ലുലുവിൽ ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ തിരക്കൊന്നുണ്ടാവില്ല, കാരണം ഞങ്ങൾ രാവിലെ തന്നെയായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവിടെ നല്ല തിരക്കായിരുന്നു. പുറത്ത് നല്ല അടിപൊളി മഴയും. മെയിനായിട്ട് നമ്മൾ ചെന്നത് ലുലു കണക്റ്റിൽ കയറിയിട്ട് PS5 ഒരു കൺസോൾ വാങ്ങിക്കാനായിരുന്നു. ഓൾറെഡി അത് പക്ഷേ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ നമ്മൾ ഹൈപ്പറിൽ കയറിയിട്ട് കുറേ എനിക്ക് വേണ്ട ഐറ്റംസൊക്കെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. ലൈവ് ഫിഷ് ഇങ്ങനെ എനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ ഫ്രീസറിലിരിക്കുന്ന ചിക്കൻ ഐറ്റംസൊക്കെ വെറുതെ എടുത്ത് നോക്കിയതാണ്, ഞാനതൊന്നും എടുത്തില്ല. പിന്നെ ജ്യൂസ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഓരോ ബോട്ടിൽ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹണി കേക്ക് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി ചെന്നിട്ടോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഹണി കേക്ക്, പുഡിങ്, അതൊക്കെ. ഞാൻ ഹണി കേക്ക് എടുത്ത് പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി നടന്ന് ജാമുകൾ ഇതൊന്നും ഞാൻ വാങ്ങിച്ചില്ല, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം ഒരുപാട് ഓവർ മധുരം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നെക്സ്റ്റ് പോയത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, ഫുഡ് ഐറ്റംസ്, ചിക്കൻ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ളത്. ആ ഏരിയയിലാണ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു, എനിക്കൊന്നും എടുത്തതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ബില്ലിങ്ങിലും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് പറ്റിയത്. അങ്ങനെ ഐറ്റംസ് എല്ലാം കൊണ്ടുപോയി മേളിൽ ഫുഡ് കോർട്ടിൽ നമ്മൾ പോയിരുന്നു, ഓരോന്നായിട്ട് കഴിക്കാനായിട്ടിരുന്നു. ഫുഡൊക്കെ നമ്മളെല്ലാം ഓരോന്ന് വെറൈറ്റി ആയിട്ട് എടുത്തിരുന്നു. ഒരുപാട് ചിക്കൻ ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫിഷ് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് നല്ലൊരു എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷായിരുന്നു. അത് കഴിക്കാൻ നല്ല പഞ്ഞി പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അത് എന്തൊക്കെയോ ഹെർബ്സൊക്കെ ഇട്ടിട്ടായിരുന്നു അത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു റെഡ് കളർ എന്തോ ഒരു ടൊമാറ്റോ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്, പക്ഷേ ഞാൻ വിചാരിച്ചൊരു എയിം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വെച്ച് നമ്മൾ ഫിലിം സ്റ്റാർ ഉണ്ണികൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പുള്ളി പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചും പോകുന്നത് കണ്ടു. പിന്നെ കിഡ്സിൻ്റെ ഏരിയയിലോട്ടാണ് പോയത്, പ്ലേ ഏരിയയിലോട്ടാണ് പോയത്. ഇതിലൊക്കെ എത്ര പ്രാവശ്യം കയറിയാലും കുട്ടികൾക്ക് മതിയാവില്ല. പിന്നെ അമ്മാന് ഭയങ്കര ക്രേസാണ് ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന റേസിംഗ് ഒക്കെ. അപ്പോൾ അവൻ ഈ സ്റ്റിയറിംഗ് വീലൊക്കെ വാങ്ങിച്ച് തരാമോ എന്ന് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ 3 പേരും കൂടെ ഈ മിഠായി ടോയ്സൊക്കെ നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് എടുക്കില്ലേ, ആ ഒരു ഗെയിം കളിക്കാനായിട്ട് നിന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് അതിൽ നിന്നും എടുത്തപ്പോൾ തന്നെ 3 മിഠായി ഒരുമിച്ച് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 3 മിഠായി കിട്ടിയപ്പോൾ പിന്നെ ഇടിയായി. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കളിച്ചപ്പോൾ 1 മിഠായി കൂടെ കിട്ടി. അപ്പോൾ അത് ടാലി ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ താഴെ നോക്കിയപ്പോൾ എന്തോ ഇവൻറ്റ് നടക്കുന്നുണ്ട്, അത് കാണാനായിട്ടൊന്നും പോയില്ല. പിന്നെ ഇവർ 3 പേരും കൂടി ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കളിക്കുന്ന ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു ബോസ് എന്ന് പറഞ്ഞൊരാളെയാണ് അതിൽ ഫയർ ചെയ്യേണ്ടത്, പക്ഷേ ആളെ ഫയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. ഇതായിരുന്നു നമ്മുടെ റൂം. കുഴപ്പമില്ല, നല്ല റൂമായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.